സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട്. സാമ്പത്തികമായി വിവിധങ്ങളായ മേഖലകളിൽ തകർച്ച അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അത്രയും ആളുകൾക്കൊക്കെ അവരുടെ ആ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള അമലുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതിന്റെ അനുഭവങ്ങൾ ലഭിക്കും. കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ലൊരു വഴി തുറന്നു കൊടുക്കും. അങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് ഫിനാൻഷ്യലി വല്ലാതെ ഡൗൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ദിവസം 7 ദിവസം കൃത്യമായി തുടർച്ചയായി, ഒരു ദിവസം ഗ്യാപ്പ് വരാതെ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. പിന്നീട് ഞാൻ പറയുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു നല്ല വഴി റബ്ബ് സുബ്ഹാനഹു വ തആല അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അതിനുള്ളൊരു വഴി അല്ലാഹു കാണിച്ചു തരും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യമായി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ തൊട്ടു മുമ്പ് നേരിട്ട് വരാനുള്ള ആളുകൾ പലപ്പോഴും ഡേറ്റ് ചോദിക്കുമ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ റീപ്ലൈ കൊടുക്കാൻ പലപ്പോഴും കുറച്ച് ഡിലേ വരും റീപ്ലൈ തരാൻ. അതുകൊണ്ടാണ് ഇതിലെന്നും പറയാൻ പറ്റും എന്നർത്ഥത്തിലാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരിട്ട് വരാനുള്ളവർക്ക് അവരവർ വിളിക്കുമ്പോൾ ഒരു ഡേറ്റ് അവർക്ക് നൽകും. പബ്ലിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് മുമ്പ് നാം നൽകിയിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. അത്രയും ആളുകൾ വരുമ്പോൾ നമുക്ക് നോക്കാനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടൊരു ലിമിറ്റഡ് പരിധി വെച്ചിട്ട് ഒരാളുകളെ മാത്രമേ നമ്മൾ കുറച്ച് ആളുകളെ മാത്രമേ ഒരു ദിവസം നോക്കാൻ വേണ്ടി എടുക്കുകയുള്ളൂ. അപ്പോൾ വിളിക്കുന്നവർക്ക് അവരവർക്ക് ടൈമും അതേപോലെ സമയമൊക്കെ നൽകിയിട്ട് ആ സമയത്തിനും അതേപോലെ ദിവസത്തിനും കൃത്യമായിട്ട് വരുന്നവർക്ക് മാത്രമാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ പ്രയാസപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ മതി. ഫോൺ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്തോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന സമയത്തോ ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആ രൂപത്തിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം തരും. ആ ദിവസത്തിൽ മാത്രം നിങ്ങൾ വരിക. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദർസിലേക്കുള്ള അഡ്മിഷന് കുറഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ സ്ഥാപനമുള്ളത്. മുദ്ഹിറുസ് സുന്ന ബ്രൈറ്റ് അക്കാദമി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കളെ ഇൻഷാ അല്ലാഹ് അവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആനുവൽ എക്സാം അത് കഴിഞ്ഞ സമയമാണ്. ആനുവൽ എക്സാം കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ആനുവൽ എക്സാം ഒക്കെ നടക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ പുതിയ തലങ്ങളിലേക്ക് അവർ 7ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടാകും, 8ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടാകും, 6ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടാകും. ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വിവിധങ്ങളായ മതസ്ഥാപനങ്ങളിലൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് തന്നെ നാം കാര്യമായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് മക്കളെ ബോധവൽക്കരിച്ച് പഠനത്തിന് വേണ്ടി മുന്നിട്ടിറക്കണം. അല്ലാതെ ഈ ചില ആളുകൾ 10ാം ക്ലാസ് കഴിയട്ടെ, +2 കഴിയട്ടെ എന്നൊക്കെ കരുതിയിരിക്കും. അങ്ങനെ കരുതിയിരിക്കുമ്പോൾ അവർ നാട്ടിലുള്ള സൗഹൃദ വലയങ്ങളിലും നാട്ടിലുള്ള കൂട്ടുകെട്ടിലൊക്കെ പെട്ട് അവർക്കത് പിരിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് അവരെ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു പഠന സംവിധാനത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകൂല. അപ്പോ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വളരെ നേരത്തെ തന്നെ നമ്മുടെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇപ്പോ ദർസുകളിലാണെങ്കിലും ഒക്കെ മതവും ഭൗതികവും സാങ്കേതികവും ഒക്കെ സമന്വയിപ്പിച്ച് അവർക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാ രൂപത്തിലുള്ള അറിവുകളും അവിടെ നൽകപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ദർസിൽ ഇപ്പോ അതിന്റെ സ്കൂൾ എന്ന് പറയുന്നത് ഈ പള്ളിയോട് തൊട്ടടുത്ത് തന്നെ ചാരി നിൽക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകാനുള്ള ആ ഒരു ബസ് ഫെയറും അങ്ങനെയുള്ള സംഗതികളൊന്നും അവിടെ വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും മക്കളുടെ രക്ഷിതാക്കൾ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ദർസിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചാലേ ഭാവിയിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു മകനെ നമുക്ക് ലഭിക്കാൻ കാരണമാകും. അല്ലേ? ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാലോ. അവർ എത്രമേൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നു, അവരെത്രത്തോളം നാം പറഞ്ഞതനുസരിക്കുന്നു എന്നുള്ളതൊക്കെ ഓരോ രക്ഷിതാക്കൾക്കും അറിയാം. ഒരു 20ഉം 19ഒക്കെ വയസ്സായ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വഭാവം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിനുള്ള പോംവഴി നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെ? അതാണ് അതിനുള്ള മാർഗം. ഞാൻ എല്ലാ വീഡിയോയിലും കൂടുതൽ പറയുന്നതുകൊണ്ട് നീട്ടി പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ 7ാം ക്ലാസ് കഴിഞ്ഞവരോ
നേരത്തെ എന്നോട് വിളിച്ചു വെച്ചിരുന്നു, ഉസ്താദ് എൻ്റെ മോൻ 6ാം ക്ലാസ് പാസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഇൻഷാ അല്ലാഹ് അവർ നേരിട്ട് ഇവിടെ വന്ന് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞുതരും. ആ കുട്ടികളെ ചേർക്കാനായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആവശ്യമുള്ള രക്ഷിതാക്കളെ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് ഗോൾഡൊക്കെ കൊടുത്ത് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളെ, അതേപോലെ തന്നെ കച്ചവടത്തിലേക്ക് കൊടുത്തിട്ട്, അതേപോലെ വിസക്ക് കൊടുത്തിട്ട്, ഇങ്ങനെ സാമ്പത്തികമായ മേഖലയിൽ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരെ, അതിന്റെ ഒരു എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ട് ആയിരിക്കും. ഒരു നിലക്കും അത് വീടി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അത്രയും വലിയ തുകയായിരിക്കും നമുക്ക് ബാധ്യത ഉണ്ടായിരിക്കുക. പക്ഷെ റബ്ബിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പടച്ച റബ്ബ് തീരുമാനിച്ചാൽ അത് വീട്ടാൻ വളരെ എളുപ്പമാണ്. വളരെ വളരെ ലളിതമായിട്ട് അത് വീട്ടാനുള്ള വഴികൾ അല്ലാഹു തുറന്നുതരും. നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവര് എത്രയോ അസ്മാഉൽ ഹുസ്ന നേർച്ചയാക്കി ചൊല്ലാൻ വേണ്ടി അവര് മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്. അങ്ങനെ അവര് ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി മജ്‌ലിസിലിരുന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അസ്മാഉൽ ഹുസ്ന ചൊല്ലി തീരുകയും ചെയ്തു. ഒരു നിലക്കും അവരുടെ ബാങ്കിൽ ആ കടം തീരൂല എന്ന് അവർ പ്രതീക്ഷിച്ച് അങ്ങനെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവർ അസ്മാഉൽ ഹുസ്ന അല്ലേ ചൊല്ലുന്നത്, അതിന്റെ ആ ഒരു ബറക്കത്ത് കൊണ്ട് അവര് സേവനം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആ വീട്ടിലെ ഉടമസ്ഥനെ ആ ബാങ്ക് ലോണ് മുഴുവനും വീട്ടിൽ കൊടുക്കാം, കുടിശ്ശിക മുഴുവനും വീട്ടിൽ കൊടുക്കാമെന്ന് പറയുകയും അത് വീട്ടിൽ കൊടുക്കുകയും വളരെ പെട്ടെന്ന്, ചിലതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരൂല, അത് കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അത് വീടി കിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനല്ല, ആ പറയലും അത് തീർക്കലും എല്ലാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് ക്ലോസ് ആക്കിയിട്ട് ആ ഒരു സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു സമാധാനം, ആ സന്തോഷം അവർ നമ്മെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മിലേക്ക് എത്തും. അതിനെന്താ ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങണം. അപ്പൊ നമ്മളിപ്പോ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ ഈ അമല് ചെയ്യുക. ഈ അമല് ചെയ്യുമ്പോൾ അതിനുള്ളൊരു വഴി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും. നമ്മൾ റബ്ബിനോട് ചോദിക്കണ്ടേ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും. ആദ്യം നമ്മുടെ ജീവിതശൈലി നാം നന്നാക്കണം. 5 വഖ്ത് നിസ്കരിക്കണം, ജീവിതത്തിൽ കളവ് പറയരുത്, ഒരാളെയും കുറ്റം പറയരുത്, ഹറാമിൽ നിന്ന് അകന്ന് ജീവിക്കണം. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ദുആക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ, ഉത്തരം നൽകുകയുള്ളൂ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും, കോടിക്കണക്കിന് കടമുള്ളവരൊക്കെ ഉണ്ട്. കാസർഗോട്ട് നിന്നൊരു കുടുംബം വിളിച്ചറിയിച്ചത്, ഒരു സഹോദരനാണ്, അവര് വിളിച്ചറിയിച്ചത് അവർ ഈ ഓൺലൈൻ ട്രേഡിലൊക്കെ പെട്ടിട്ട് കോടിക്കണക്കിന് ബാധ്യത അവർക്ക് വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ കോടിക്കണക്കിന് ബാധ്യത വന്നതെന്ന്. ആദ്യം അവർക്കൊരു 10 ലക്ഷം 10 lakh ഒക്കെ അവർക്കൊരു പ്രോഫിറ്റ് ലഭിച്ചപ്പോൾ ആ 10 lakh കൂടെ അതിലേക്ക് ഇടണം. അങ്ങനെ പിന്നീട് അതിൽ നിന്ന് വലിയ എമൗണ്ട് അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുകയാണ്. അങ്ങനെ ലഭിച്ച സമയത്ത് അവർ കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ എമൗണ്ട് എടുത്തിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ലക്ഷക്കണക്കിന് ക്യാഷ് അവർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇത് ട്രേഡിംഗ് അല്ലേ, ഈ ട്രേഡിംഗിൽ എപ്പോഴാണ് എന്താണ് എങ്ങനെ സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ പെട്ടെന്ന് വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചു. വലിയ നഷ്ടം സംഭവിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമെന്ന് കരുതിയിട്ട് പതുങ്ങിയിട്ടാണ് എന്നോട് ആ സഹോദരൻ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ കടങ്ങൾ വീട്ടിൽ കൊടുക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കട്ടെ. കോടിക്കണക്കിന് കടമുണ്ടെന്ന് പറയുമ്പോൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ സമാധാനം കെട്ട് ജീവിക്കാണ്. അപ്പോൾ അവർക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ എമൗണ്ട് ആണ് അവർക്ക് കടം വന്നിട്ടുള്ളത്. അള്ളാഹു ആ സഹോദരന് വീട്ടിൽ കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് കടബാധ്യതയുള്ളവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അത് വീട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അപ്പൊ എങ്ങനെ വന്ന കടങ്ങളാണെങ്കിലും ആ കടങ്ങൾ വീട്ടാൻ നിങ്ങൾ ഈ അമല് ചെയ്യുക. ഈ അമല് ചെയ്യലോടുകൂടെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു അമലാണിത്. ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി അള്ളാഹു എനിക്ക് ഇതിനുള്ള നല്ലൊരു വഴി പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു എനിക്ക് തുറന്നു തരും എന്ന ഒരു പ്രതീക്ഷ എപ്പോഴും മനസ്സിൽ വേണം. ആ ഒരു ശുഭാപ്തിയോടുകൂടെ നിങ്ങൾ നിൽക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് എത്തും, ഉറപ്പാ. അള്ളാഹു അതിനുള്ള വഴികൾ തുറന്നു തരട്ടെ. അള്ളാഹു അതിനുള്ള വഴികൾ തുറന്നു തരട്ടെ. എത്ര ആളുകൾക്ക് അനുഭവം ഉണ്ടെന്നറിയോ? നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാവുന്ന 12,000 ബിസ്മിയുടെ അമല് ഒരു നിലക്കും ആ സഹോദരിക്ക് ഉംറയ്ക്ക് പോകാൻ സാധിക്കുമെന്ന് ഒരു നിലക്കും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം അവർക്ക് അതിനുള്ള ഫിനാൻഷ്യലി അവർക്ക് കപ്പാസിറ്റി ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഈ അമല് ചെയ്തു. അമല് ചെയ്തതിന് ശേഷം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ആരും അറിയാത്ത രൂപത്തിൽ
രൂപത്തിൽ അവരിലേക്ക് ആ സാമ്പത്തികമായ ആ ഒരു വഴി അവർക്ക് തുറന്നിട്ടി. അങ്ങനെ ഒരു ഉംറ ചെയ്തു വന്നു. അപ്പോൾ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മിലേക്ക് വഴികൾ എത്തിച്ചു തരുന്നവനാണ് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സ. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചാൽ അതിനുള്ള വഴികൾ തുറന്നിട്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ പ്രതീക്ഷയോടുകൂടെ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട അമൽ ഇതാണ്, വളരെ കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം 7 തവണ 7 ദിവസം മനസ്സിലാക്കുക, 7 ദിവസം 7 തവണ സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ ളുഹ വല്ളുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാഹ് അലം യജിദ്ക യതീമൻ ഫആവാ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് പൂർണ്ണമായും ഓതുക. അത് 7 തവണ 7 ദിവസം കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് അത് ഓതുക. 7 ദിവസം അങ്ങനെ ഓതിക്കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഓതുക. അങ്ങനെ ഒരു 7 തവണ ഇങ്ങനെ തുടർച്ചയായിട്ട് സൂറത്തുൽ ളുഹ നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി അത് കാരണമായിട്ട് സാമ്പത്തികമായ കടങ്ങള്, സാമ്പത്തികമായ പ്രതിസന്ധി അത് തീരാനുള്ള വഴികൾ അല്ലാഹു തുറന്നുതരും. അത് ഏത് രൂപത്തിലുള്ള കടമാവട്ടെ, വീട് ജപ്തിയിലായതാവട്ടെ, ഏതു നിലക്കുള്ള ബാധ്യതകളാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് വീട്ടിത്തരാൻ ഒരു കാരണമാകും. വിശുദ്ധ ഖുർആനാണ്, ആ ഖുർആൻ കൊണ്ടുള്ള അമലാണ് നാം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരട്ടെ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ, വിഷമങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തീർത്തു തരട്ടെ. അപ്പൊ ഈ അമൽ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുക. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് വരാനുള്ളവരുടെ ഡേറ്റ് നമ്മൾ വളരെ നേരത്തെ തന്നെ പബ്ലിക്കായിട്ട് അറിയിക്കുന്ന ആ സിസ്റ്റം നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ വരുമ്പോൾ നോക്കാനുള്ള പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തരും വിളിക്കുമ്പോൾ അവരവർക്കൊരു പ്രത്യേക ഡേറ്റ് സമയം സഹിതം കൊടുക്കുന്നതാണ്. ഇത് ഇന്ന് വന്ന കോളുകളാണ്. ഏകദേശം ഒരു 100-100ഓളം ആളുകളുടെ ബുക്കിംഗ് ഈ സമയത്തേക്ക് നമ്മൾ അവർക്ക് ടൈം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് എഴുതി വെച്ചു. അപ്പൊ പിന്നെ വരുന്നവർക്കും പ്രയാസമില്ല. ഓരോരുത്തരോട് അവരവരുടെ സമയം അനുസരിച്ചാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കുറഞ്ഞ സമയം 1-2 മണിക്കൂറെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ആദ്യത്തെ രൂപമാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ എത്തിയവർക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കുന്നത്. അപ്പൊ അത് ആ ഒരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പൊ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ, ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കുമ്പോൾ ഒരു ഡേറ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നൽകും. റീപ്ലൈ കിട്ടാനൊക്കെ വൈകുമെന്നറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ദർസിന്റെ വിഷയം, ദർസിലേക്ക് മക്കളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി വളരണം, നല്ല ആലിമീങ്ങളായിട്ട് വളരണം. അല്ലെ, ഈ ദുനിയാവ് വളരെ നൈമിഷികമാണ്, വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ദുനിയാവാണ്. ഈ ദുനിയാവില് നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കള് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരാ രൂപത്തിൽ വളർത്തണം. നാം വിതച്ചതേ നമുക്ക് കൊയ്യാൻ സാധിക്കുള്ളൂ. അല്ലേ, നമ്മളെങ്ങനെയാണ് നമ്മളെ മക്കളെ വളർത്തുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ ലഭിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കേസില് അവരുടെ മകന് ഉമ്മയെ കഴുത്തറുത്ത് കൊന്നൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. മകൻ ഉമ്മയെ, ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരാന്നറിയൂല. ആ കുടുംബം ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടായേക്കാം. അവരാണെന്നറിയൂലല്ലോ, ഞാൻ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. മകൻ ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ വന്നത് ഈ കഴുത്തറുത്ത് കൊന്ന ആളുടെ ജ്യേഷ്ഠനാണ് വന്നിട്ടുണ്ടായിരുന്നത്. മഅദല്ലാഹ്, അല്ലാഹു അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ വളരെ നല്ല രൂപത്തിൽ വളർത്തുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അത് അത്രയും നന്നായി വളർത്താൻ സാധിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ്. ഒരു 90%, 100%-ൽ 90% മക്കളെയും നല്ല രൂപത്തിൽ വളർത്താനും അച്ചടക്കത്തിൽ വളർത്താനും ആ വിഷയത്തിൽ പരാജയപ്പെട്ട മാതാപിതാക്കളാണ് കൂടുതലും. ഇത് കേൾക്കുന്നവർക്ക് അറിയാം ആ വിഷയങ്ങളൊക്കെ അല്ലേ.
പരാജയപ്പെട്ടവരാണ് ഒരുപാട് ആളുകൾ. മക്കള് പറഞ്ഞാൽ കേൾക്കൂല, മക്കള് പറഞ്ഞതനുസരിക്കൂല, മക്കള് നിസ്കരിക്കൂല. നമ്മുടെ അടുക്കൽ വന്ന കേസുകളിലൊക്കെ അങ്ങനെ തന്നെ. ഈ നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ ഒരുവിധം മാറ്റിവെച്ചാലും നാണക്കേടുണ്ടാക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. സ്വന്തം മകള് 18 വയസ്സായതിനു ശേഷം കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി വളർത്തി കൊണ്ട് നടന്ന് അവസാനം ഒരു അന്യമതസ്ഥന്റെ കയ്യും പിടിച്ചു പോയിട്ട് കോടതിയിൽ വെച്ചാണ് കാണുന്നത് എനിക്ക് അവന്റെ കൂടെയാണ് പോകേണ്ടത്, ഈ വളർത്തി വലുതാക്കിയ ഇവരൊന്നും ആരുമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷം സംജാതമായിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, ആൺമക്കള്, അവര് ലഹരിക്കും മദ്യത്തിനും MDMA-ക്കൊക്കെ 19 വയസ്സും 20 വയസ്സും 21 വയസ്സുള്ള നമ്മുടെ മക്കളെ ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുമ്പോഴാണ് ഉമ്മമാരും ഉപ്പമാരൊക്കെ ഇത് അറിയുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടുകാലങ്ങളില് മദ്യപിച്ചിട്ട് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറി വരുമ്പോ ഒരു സ്മെല്ല് അനുഭവപ്പെടാറുണ്ട്. ഇന്നങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്നത്തെ ലഹരി പദാർത്ഥങ്ങൾ അത്രമേൽ സൂക്ഷ്മമായ ലഹരി പദാർത്ഥങ്ങളാണ്. വളരെ ചെറിയ ഒരു പോയിന്റുള്ള, മൈന്യൂട്ട് പോയിന്റുള്ള, മൈക്രോ പോയിന്റുള്ള, വളരെ ചെറുത്. നമ്മുടെ മൊബൈലിലൊക്കെ ഇടുന്ന സിം ഉണ്ടല്ലോ, ആ സിം വളരെ ചെറുതല്ലേ, നാനോ സിം. അതിനെ 4 ഭാഗമാക്കി ഒരു ഭാഗം എത്രയാണോ വലുപ്പമുള്ളത് അത്രയ്ക്ക് വലുപ്പമുണ്ടാവുകയുള്ളൂ MDMA LSD പോലെയുള്ള ചില ലഹരി വസ്തുക്കള്. ആ സിന്തറ്റിക്, സെമി സിന്തറ്റിക് ലഹരി വസ്തുക്കളൊക്കെ ഈ നാക്കിന്റെ അടിയിൽ വെച്ച് അവര് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കൂല. അതിനൊരു സ്മെല്ല് ഉണ്ടാകൂല, ഒരു നിറമുണ്ടാകൂല, ഒന്നും ഉണ്ടാവൂല, ഒന്നും തിരിച്ചറിയാൻ സാധിക്കൂല. അവരാ ലഹരിക്ക് അങ്ങേയറ്റം അടിമപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ എന്റെ മോനെ 10ാം ക്ലാസ് കഴിയട്ടെ, ഞാൻ ദർസിലേക്ക് കൊണ്ട് ചേർക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവനെ കിട്ടൂല, +2 കഴിഞ്ഞാൽ അവനെ കിട്ടൂല. അങ്ങനത്തെ കാലമാണിപ്പോ. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മുടെ മക്കളെ ഇത്തരം വിദ്യാഭ്യാസങ്ങൾ പഠിക്കാൻ, മതവിദ്യാഭ്യാസം പഠിക്കാൻ, ദീന് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചാൽ അത് നമുക്ക് നാളെ കൺകുളിർമയാകുന്ന മക്കളായി കിട്ടും. എന്തിനേറെ, നിങ്ങൾക്ക് എപ്പോഴാണ് മരണപ്പെടുകയെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മരണപ്പെട്ട 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് വന്ന്, നമ്മുടെ ഖബറും പുറത്ത് വന്ന് ഒരു ഫാത്തിഹ ഓതിയിട്ട് ഈ കിടക്കുന്നതിന്റെ ഉമ്മയും ഉപ്പയുമാണ്, ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോനുണ്ടായാൽ മതി. ദുനിയാവിൽ നിങ്ങൾ ജനിച്ചത് വലിയ അനുഗ്രഹവും സന്തോഷത്തിലുമാകാൻ അത് മാത്രം മതി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളായ മക്കളാക്കട്ടെ. അതിന് നല്ല ധർമ്മത്തിൽ അധിഷ്ഠിതമായി ധാർമ്മിക അന്തരീക്ഷത്തില്, ഇസ്ലാമിക അന്തരീക്ഷത്തില് ഇന്ന് അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും തടസ്സമില്ല. ഇന്ന് അങ്ങനെ പഠിക്കുന്ന കുട്ടികളിൽ MBBS പഠിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരുണ്ട്, വിവിധങ്ങളായ കോഴ്സുകൾ പഠിക്കാൻ പറ്റും ഇത്തരം ദർസുകളിൽ ഇരുന്നിട്ട്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ആധുനിക കാലഘട്ടത്തിലുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കളൊക്കെ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അത്തരം വിഷയങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾ ഇവിടെ വന്ന്, അതിന് പ്രത്യേക ബുക്കിംഗ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കുട്ടികളെ ഇന്റർവ്യൂവിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് അത് എന്നാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു തരും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒരു പോസ്റ്ററാണ് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളായ മക്കളാക്കട്ടെ. ചെയ്യുന്ന അമലുകളൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യുക, നല്ല ഫലം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.